4 മത്സരത്തിൽ 2 പരാജയവും 1 സമനിലയും 1 വിജയവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. മറുഭാഗത്ത് സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി 3 പരാജയവും 1 സമനിലയുമായാണ് ഇന്നേ ദിവസം കളിക്കാൻ ഇറങ്ങുന്നത്. ആൻഡ് സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. ഇപ്പോഴും ഇടത് വിങ്ങിൽ കൂടി സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ മുന്നേറ്റമാണ്. ഒരു ക്രോസ് കൊടുക്കുന്നു ആൻഡ് പാഴായി പോവുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇപ്പോഴും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനാകില്ല. ആൻഡ് എബിൻ ദാസിലേക്ക് എബിൻ 1 vs 1 സിറ്റുവേഷൻ. എബിൻ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ കണ്ടെത്തുന്നത് എബിനിലൂടെ, തിരുവനന്തപുരം സ്വദേശിയിലൂടെ. 41ാമത്തെ മിനിറ്റിലാണ് ഒരു നല്ലൊരു ത്രൂ പാസിലൂടെ, നല്ലൊരു ഓവർഹെഡ് ബോളിലൂടെ എബിൻ ദാസ് ആ ഒരു ഗോൾ കണ്ടെത്തുന്നത്. പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ കടന്നു വന്ന് ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ ആ ഒരു ബോൾ ഇട്ടുകൊണ്ട് ഗോൾ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് തൻ്റെ ആദ്യത്തെ ഗോൾ നേടുകയാണ് ഈ സീസണിൽ എബിൻ ദാസ്. 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് FC 1ാം പകുതി സ്വന്തമാക്കിയിരിക്കുന്നത്. ആൻഡ് ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം, പെനാൽറ്റി ആയിരിക്കും. ആൻഡ് ഗോൾ നമ്പർ 1 സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി. മത്സരത്തിൻ്റെ ഗോളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിൽ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായി മാറാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. നോക്കുക, നല്ലൊരു പെനട്രേഷൻ പാസിലൂടെയാണ്, ഒരു ഔട്ട്ഫുട്ടിലൂടെ ആ ഒരു ഗോൾ കണ്ടെത്തിയത്. ഇതിന് സമമായി തന്നെയാണ് എബിൻ ദാസിൻ്റെ ഒരു ഗോൾ കളിക്കുന്നു. അവനീതിൻ്റെ ഒരു ഹൈ കോർണർ കിക്കാണ്. അവിടെ വിഷ്ണു ഇടപെടുകയാണ്. ആൻഡ് രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു സെൽഫ് ഗോളിലൂടെ. 59ാമത്തെ മിനിറ്റിൽ ഒരു ഹൈ കോർണർ കിക്ക് എടുക്കുന്നു. അതുവഴിയാണ് ആ ഒരു ഗോൾ അവിടെ കൺസീഡ് ആവുന്നത്. അവിടെ വിഷ്ണു അവിടെ ഒരു ട്രൈ നടത്തിയെങ്കിലും ജഗന്നാഥ് സ്വന്തം പോസ്റ്റിലോട്ട് ഗോൾ അടിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു സെൽഫ് ഗോളായി മാറുന്ന ഒരു ഗോളായി മാറും. ആൻഡ് ഒരു പവർഫുൾ ഷോട്ട് എടുക്കാനുള്ള ശ്രമമായിരുന്നു. ആൻഡ് ഇഷാൽ ഇത്തവണ ഒരു ബ്യൂട്ടിഫുൾ സേവ് നമുക്ക് കാണാൻ സാധിച്ചു. കേരളയോട് 2-1 തോറ്റിരുന്നു. വാദിക്ക് ഒരു ഗോൾ കണ്ടെത്താൻ സാധിച്ചു. ആൻഡ് എബിനിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. എബിൻ്റെ ഒരു ഷോട്ട്, എബിൻ ദാസ് 2ാമത്തെ ഗോൾ അടിക്കുന്നു. മത്സരത്തിൽ തുടരെ ആക്രമണം അഴിച്ചുവിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഒരു ഹാൻഡ് ബോളിലുള്ള അപ്പീലും അവിടെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ മുഖ്യ റഫറി നല്ലൊരു ബോൾ കളിക്കാനുള്ള ശ്രമമാണ് സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി. ആൻഡ് രക്ഷപ്പെടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. ഇരു ടീമുകൾക്കും 2 ഗോൾ വീതം നേടാൻ സാധിക്കുന്നു ഈ മത്സരം. ആൻഡ് ഫുൾ ടൈം സ്കോർ സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി 2, കേരള ബ്ലാസ്റ്റേഴ്സ് FC 2.